ഹലോ, നമസ്കാരം. വോട്ടുകാലത്തേക്ക് കടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങളും അധിക ഭാരം ഏൽപ്പിക്കാതെയും സംസ്ഥാന ബജറ്റ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കായി ശമ്പള പരിഷ്കരണ കമ്മീഷനും അഷ്വേഡ് പെൻഷൻ പദ്ധതിയും പ്രഖ്യാപിച്ചു. ആശാ വർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ തുടങ്ങിയവരുടെ വേതനം കൂട്ടി. ക്ഷേമ പെൻഷനിൽ വർധനയില്ല. ഇനി ഞായറാഴ്ച കേന്ദ്ര ബജറ്റാണ്. കാത്തിരിക്കാം നമുക്ക് പ്രതീക്ഷയോടെ. ഞാൻ ബി ദിലീപ് കുമാർ. ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദിയാണ് പൊതുജനം കഴുതയല്ല സാർ. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. ബഹുദൂരം അതിവേഗം താണ്ടാൻ ആ തീവണ്ടി വരുമോ? കാത്തിരിക്കാം. കേരളത്തിന് ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് മരവിപ്പിച്ച സിൽവർ ലൈനിനു പകരം പുതിയ അതിവേഗ റെയിൽപാത വരുന്നു. RRTS അഥവാ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റമാണ് കേരളത്തിൻ്റെ തെക്ക് വടക്ക് അതിവേഗ പാതയായി വരുന്നത്. അതിനിടെ തിരുവനന്തപുരം കണ്ണൂർ വേഗപ്പാതയുമായി മെട്രോമാൻ ഇ ശ്രീധരനും രംഗത്തുണ്ട്. വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയെന്ന് ഇ ശ്രീധരൻ അവകാശപ്പെടുന്നു. അതിവേഗ പാത അനിവാര്യമാണെന്നതിൽ തർക്കമില്ല. പക്ഷേ പാതയെ ചൊല്ലി തർക്കമെന്ന നിലയിലേക്ക് ആ തർക്കം മാറാതിരുന്നാൽ മതി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 4 മണിക്കൂർ കൊണ്ട് താണ്ടാവുന്ന സിൽവർ ലൈൻ പ്രഖ്യാപനം ഒന്നാം പിണറായി സർക്കാരിൻ്റെതായിരുന്നു. സ്ഥലമുടമകളുടെ എതിർപ്പ് അവഗണിച്ച് നാടെമ്പാടും മഞ്ഞക്കുറ്റികൾ ഉയർന്നു. അന്ന് പ്രതിഷേധം കനത്തപ്പോഴും നിലപാട് മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. അക്കാലത്താണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗം നമുക്ക് വീണ്ടും കേൾക്കാം. വരാൻ പോകുന്ന കേരളയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. അതിന് മറ്റ് കൂടുതൽ കാര്യങ്ങളിൽ ഞാനിപ്പോൾ പോകാതിരുന്നതാണ്. അപ്പോൾ മെട്രോ, കേരളയിൽ വാട്ടർ മെട്രോ, ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ്. സിൽവർ ലൈനിനെതിരെ പ്രതിഷേധവും എതിർപ്പും കൂടുതൽ ശക്തമായപ്പോഴും CPIM അതിവേഗ റെയിലിന് അനുകൂല നിലപാട് താത്വികമായി തുടർന്നു. ഓർമ്മയില്ലേ ആ വാക്കുകൾ? അപ്പവുമായിട്ട് ഒരു കുടുംബശ്രീ യൂണിറ്റിൻ്റെ 2 അമ്മമാർ ആ അപ്പവുമായിട്ട് പുറപ്പെടുന്നു. രാവിലെ പുറപ്പെട്ടിട്ട് എവിടെയാണോ എത്തേണ്ടത്, ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ കൊണ്ട് എത്തിയില്ലേ, അവിടെ എത്തി അപ്പവും വിറ്റ് തിരിച്ച് നേരെ വരികയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുന്നു. തിരിച്ച് വന്നതിന് ശേഷം അവർക്ക് ഉച്ചഭക്ഷണം കഴിച്ചാൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ജഡ്ജിക്കും അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കും വക്കീലന്മാർക്കും മാത്രമേ പറ്റുള്ളൂ എന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചത്. അത് ഞാൻ ബോധപൂർവം തന്നെയാണ് കുടുംബശ്രീയെ ഉദാഹരിച്ചത്. അത് തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുകയാണ്. അന്ന് ജനങ്ങളുടെ എതിർപ്പ് ശക്തമായതോടെ പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയിരുന്ന റെയിൽവേ അതിൽ നിന്ന് പിന്മാറി. പിന്നാലെ സംസ്ഥാന സർക്കാർ സിൽവർ ലൈൻ താൽക്കാലികമായി മരവിപ്പിച്ചു. ഇപ്പോഴിതാ പുതിയ അതിവേഗ പാത വരുന്നു. RRTS അഥവാ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. എന്താണ് ഈ RRTS? മണിക്കൂറിൽ 160 മുതൽ 180 വരെ കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ട്രെയിനുകളാണ് RRTSൽ ഉണ്ടാവുക. സ്റ്റേഷനുകളുടെ എണ്ണം കുറവാകും. കുറഞ്ഞ ഇടവേളകളിൽ ട്രെയിൻ ഉണ്ടാകും. തുരങ്കപ്പാത, തൂണുകളിൽ ഉയർത്തിയ ആകാശ റെയിൽപാത എന്നിവ RRTSൻ്റെ സവിശേഷതയാണ്. ഇനി എങ്ങനെയാണ് RRTS നിർമ്മാണത്തിന് പണം എന്ന് നോക്കാം. പദ്ധതി ചെലവിൻ്റെ 20% സംസ്ഥാന സർക്കാരും 20% കേന്ദ്ര സർക്കാരും 60% അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ദീർഘകാല വായ്പ എന്ന നിലയിലാകും RRTS നടപ്പാക്കുക. ഇനി എപ്പോഴാണ് ഈ പദ്ധതി പൂർത്തിയാക്കുക എന്ന് നോക്കാം. 4 ഘട്ടമായാണ് RRTS പൂർത്തിയാക്കുക. ആദ്യഘട്ടം തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ 284 കിലോമീറ്റർ. അടുത്ത വർഷം നിർമ്മാണം തുടങ്ങി 2033 പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. രണ്ടാം ഘട്ടത്തിൽ തൃശൂർ മുതൽ കോഴിക്കോട് വരെയും, മൂന്നാം ഘട്ടം കോഴിക്കോട് മുതൽ കണ്ണൂർ വരെയും, നാലാം ഘട്ടം കണ്ണൂർ മുതൽ കാസർഗോഡ് വരെയും. 12 വർഷം കൊണ്ടാകും RRTS സമ്പൂർണ്ണമായി കേരളത്തിൽ നടപ്പാക്കുക. അവസാനമായി RRTS പ്രഖ്യാപിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ നടത്തിയ ബജറ്റ് പ്രസംഗത്തിലെ
പരാമർശങ്ങൾ കാണാം, കേൾക്കാം. സർ, റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം RRTS. സർ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ യാത്രാ സൗകര്യം അനിവാര്യമാണ് എന്നത് നമുക്കെല്ലാം അറിവുള്ളതും ബോധ്യമുള്ളതുമാണല്ലോ. ഡൽഹി മീററ്റ് RRTS കോറിഡോർ മാതൃകയിൽ 4 ഘട്ടമായിട്ടാണ് കേരളത്തിൽ ഈ സംവിധാനം വിഭാവനം ചെയ്യുന്നത്. ഈ പദ്ധതിക്ക് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ 1ാം ഘട്ടം, തൃശ്ശൂർ കോഴിക്കോട് 2ാം ഘട്ടം, കോഴിക്കോട് കണ്ണൂർ 3ാം ഘട്ടം, കണ്ണൂർ കാസർഗോഡ് 4ാം ഘട്ടം എന്ന നിലയിലാണ് പദ്ധതി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവിൽ ഉയർന്ന തൂണുകളിൽ കൂടി പോകുന്ന ഈ ഗതാഗതത്തിൻ്റെ പ്രത്യേകത നഗര മെട്രോ പദ്ധതികളുമായി സംയോജിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ ഈ RRTS രാജ്യ തലസ്ഥാനത്തുണ്ട്. ഡൽഹിയിൽ അതിവേഗ റെയിൽ സർവീസായ RRTS പ്രവർത്തനം തുടങ്ങിയിട്ട് വർഷം 2ആയി. ഡൽഹിയിൽ നിന്ന് ഉത്തർപ്രദേശിലെ മീററ്റ് വരെയുള്ള RRTS പൂർണ്ണമായും പ്രവർത്തനക്ഷമമാവുക ഇക്കൊല്ലമാണ്. എങ്കിലും ആദ്യഘട്ടം ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ഡൽഹിയിലെ തിരക്കേറിയ നഗരങ്ങളെ ബന്ധിപ്പിച്ചെങ്കിലും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ സഹകരണം ഉണ്ടാകുന്നില്ല. തുടക്കത്തിൽ പ്രതിദിനം 45,000-ലധികം യാത്രക്കാർ ഉണ്ടായിട്ടും പടർന്നു പന്തലിച്ച മെട്രോ സർവീസും മറ്റ് ട്രെയിനുകളും ബസ് സർവീസുകളുമൊക്കെ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ കൂടുതൽ യാത്രക്കാരുള്ള ഇടനാഴികളിലേക്ക് സർവീസുകൾ വ്യാപിപ്പിക്കണമെന്ന ആഗ്രഹമാണ് യാത്രക്കാർക്കുള്ളത്. ഡൽഹിയെ ഉത്തർപ്രദേശിലെ മീററ്റുമായി ബന്ധിപ്പിക്കുന്ന അതിവേഗ റെയിൽപാതയാണ് ഈ RRTS. ആകെ 82 കിലോമീറ്ററാണ് ദൂരം. അതിൽ 72 കിലോമീറ്ററും എലവേറ്റഡ് ആണ്. 2019 ഏകദേശം 30,200 കോടി രൂപ ചിലവിട്ടുകൊണ്ടായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 2025 അവസാനത്തോടെ അത് ഏതാണ്ട് പൂർത്തിയായി. 2026 പകുതിയോടെയായിരിക്കും പൂർണ്ണമായിട്ടും 82 കിലോമീറ്റർ ദൂരത്തിലും സർവീസുകൾ നടക്കുക. ഡൽഹിയിലെ ജംഗ്പുരയിൽ നിന്നും മീററ്റിലെ മോദിപുരത്തേക്കാണ് സർവീസ് ഉള്ളത്. ആ ജംഗ്പുര സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അല്പം കൂടി ഇനി എന്തായാലും പൂർത്തിയാകാനായിട്ട് ബാക്കിയുള്ളത്. അവിടെ നിന്നും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ സാറായി കലി ഖാൻ നിസാമുദ്ദീൻ, പിന്നീട് അശോക് നഗർ, അവിടെ നിന്നും ആനന്ദ് വിഹാർ എന്ന് പറയുന്ന മേഖലകളാണുള്ളത്. 180 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ട്രെയിൻ ഡൽഹി മീററ്റ് യാത്രാ ദൈർഘ്യത്തെ 50 മിനിറ്റാക്കി ചുരുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 22 സ്റ്റേഷനുകളാണ് ആകെയുള്ളത്. അതിൽ തന്നെ ആനന്ദ് വിഹാറാണ് ഡൽഹിയിലെ അവസാനത്തെ സ്റ്റേഷൻ. അത് കഴിഞ്ഞ് ഗാസിയാബാദിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് ഉത്തർപ്രദേശാണ്. മീററ്റ് നോർത്തും മീററ്റ് സൗത്ത് വഴിയാണ് പിന്നീട് മോദിപുരത്തിലേക്ക് ഏറ്റവും അവസാനത്തെ ഡിപ്പോയിലേക്ക് പോകുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയാണ് നിലവിലുള്ളത്. ഈ പറയുന്ന ദൂരം പൂർത്തിയാക്കാൻ എടുക്കുന്നത് ഏകദേശം 150 രൂപയാണ്. അതായത് മീററ്റിൽ നിന്നും ഡൽഹിയിലേക്കും തിരിച്ചും യാത്രക്കാരെ സംബന്ധിച്ച് 150 രൂപ ചിലവിടണം. അത്രയും പണം നൽകുമ്പോൾ പോലും ഈ യാത്രാ സമയം അത് ലാഭിക്കുന്നതിനെ സംബന്ധിച്ച് തന്നെയാണ് യാത്രക്കാർക്ക് എല്ലാവർക്കും ഒരുപോലെ പറയാനുള്ളത്. इसके बारे में अच्छा है, सही है, अच्छा लगा मैं. मतलब टाइम भी थोड़ा सा वो रहता है, ये नहीं फालतू टाइम, मतलब सही टाइम में आ जाते हैं. बस पैसे थोड़े से ज़्यादा हैं, मतलब ज़्यादा भी नहीं है. इंसान जो काम के लिए चाहिए वो तो रोज आ रहा जा रहा, हम तो कम आवे. मतलब बस यहाँ से आने में ये देख लो सर आप 40 मिनट, 40 से 20 मिनट बस इतने. टाइम भी बचता है और वैसे भी अच्छा लगता है, टाइम भी बचता है. पैसे वैसा का भी कोई इशू नहीं है. अगर टाइम का अगर देखा जाए तो अच्छा है, सब फैसिलिटी भी अच्छा है. मैं मेरठ से आ रही हूँ एंड जर्नी वाज वेरी कंफर्टेबल एंड इट वाज वेरी स्मूथ एंड मेरे मतलब मैं इतनी हाफ एन आवर में पहुँच गई. सो या इट शुड. और मुझे तो लगता है नोएडा से और एक्सटेंड होके और होना चाहिए, जिससे कि लाइक मेरा ऑफिस नोएडा सेक्टर 127 में, तो उससे बीच में कनेक्टिविटी नहीं है. तो मैं तो चाहूँगी कि और कनेक्टिविटी हो, कि मुझे और ईज हो जाए. എല്ലാ ആധുനിക സൗകര്യങ്ങളും ഈ ട്രെയിനുകളിലുണ്ട്. വലിയ പ്രൗഢഗംഭീരമായിട്ടുള്ള മെട്രോ സ്റ്റേഷനുകളാണ്. NCRTC ആണ് ഈ ട്രെയിനുകളുടെ ചുമതലയുള്ളത്. അതായത് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, അതുപോലെ ജർമ്മൻ കമ്പനിയായിട്ടുള്ള ഡീച്ച് ബാനോട് സഹകരിച്ചുകൊണ്ട് DBRRTS ഇന്ത്യയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഡൽഹിയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലെ RRTSന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് റീജിയണലാണ്, ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ്. അതിൻ്റെ ആദ്യത്തെ ഫേസാണ് ഡൽഹി മീററ്റ് എന്നുള്ളത്. ഇനി ഗുരുഗ്രാം, നോയിഡ, അതുപോലെ തന്നെ ഡൽഹി കർണാൽ ഹരിയാനയിലെ മറ്റൊരു നഗരമാണ്. ഈ ഫേസുകളെല്ലാം നിലവിൽ പരിഗണനയിലാണ്. അതിൽ തന്നെ ഡൽഹിയെ ഹരിയാനയുമായി ബന്ധിപ്പിക്കുന്ന RRTSന്റെ പ്രവർത്തനങ്ങളെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചിട്ടുമുണ്ട്. ഇപ്പോഴുള്ള
ഡൽഹി മീററ്റ് സർവീസ് അത് മീററ്റിൽ നിന്നും ഹരിദ്വാറിലേക്ക് മുസഫർ നഗർ വഴി വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളും കൈക്കൊണ്ടിരിക്കുന്നു. ആ നടപടികൾ കൂടി വൈകാതെ ഉണ്ടാകും. ഇതിൽ ഉണ്ടായിരിക്കുന്ന ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് 2023 തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടത്. പിന്നീട് അത് 2026 വരെ നീളുകയാണ്, അനന്തമായി നീണ്ടുപോയിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 തവണയാണ് ഡെഡ് ലൈൻ മാറിപ്പോയത്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നടത്താൻ RRTSനോ NCRTCക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇത്തരം ട്രെയിൻ സർവീസുകൾ, മെട്രോ സർവീസുകൾ അത് ഡൽഹിക്ക് പുറത്തേക്ക് ഇപ്പോൾ കേരളത്തിലടക്കം മറ്റ് നഗരങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കണം എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് ഡൽഹിയിലെ RRTSൽ യാത്ര ചെയ്യുന്ന അത്രയും യാത്രക്കാർക്കും പറയാനുള്ളത്. ഡൽഹിയിൽ നിന്നും ജോഗിക്കൊപ്പം അർജുൻ പീതാംബരൻ. നിരവധി പ്രേക്ഷകർ ഈ RRTSുമായി ബന്ധപ്പെട്ട വാർത്തകളോട് പ്രതികരിക്കുന്നുണ്ട്. രവികുമാർ പറയുന്നു, വാഗ്ദാനങ്ങൾ നൽകാൻ എളുപ്പമാണ്, പക്ഷേ അത് നടപ്പിലാക്കാൻ കഴിവ് വേണം, പണം വേണം, ഇതെല്ലാം മുൻകൂട്ടി കണ്ടുവേണം വാഗ്ദാനങ്ങൾ നൽകാൻ എന്ന അഭിപ്രായമാണ് രവികുമാറിന് ഉള്ളത്. മോഹനൻ പിലാത്തറ പറയുന്നു, അതിവേഗ റെയിൽപാത വരുന്നത് ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ രാഷ്ട്രീയ ഭേദം മറന്ന് എല്ലാ ജനങ്ങളെയും ഉൾക്കൊണ്ട് ബോധവൽക്കരിച്ചായിരിക്കണം, അപ്പോൾ എല്ലാവർക്കും മതിപ്പും സന്തോഷവും അനുഭവപ്പെടും എന്ന കാര്യം പറയുന്നുണ്ട്. നൌഷാദ് പുന്നത്തല പറയുന്നു, സ്ഥലമുടമകൾക്ക് അവരുടെ വസ്തുക്കളുടെ ഇരട്ടി വില നൽകി അവരെ പുനരധിവസിപ്പിക്കണം എന്ന കാര്യമാണ്. അങ്ങനെ ആ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. പ്രേക്ഷകർ ഭൂരിപക്ഷം പേരും ഈ RRTS വരട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിവേഗ പാതകൾ വരട്ടെ, അകലങ്ങൾ അകലട്ടെ. ആർക്കാണിത്ര ധൃതി എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. വന്ദേ ഭാരത് എക്സ്പ്രസിൽ ടിക്കറ്റ് ലഭിക്കാത്ത സ്ഥിതി തന്നെ ധൃതിയുള്ളവരാണ് യാത്രക്കാർ എന്ന് വ്യക്തമാക്കുന്നുണ്ട്. കുടിയിറക്കപ്പെടുന്നവരുടെ കണ്ണീരൊപ്പണം, അവർക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യവും ഒരുക്കുകയും വേണം. വികസനം മുടക്കികളാകരുതാരും, അവർ വരും കാല തലമുറയാൽ വിചാരണ ചെയ്യപ്പെടും എന്നോർക്കുക. അവസാനമായി അറിയേണ്ടത്, ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമോ അതോ വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണോ എന്നാണ്. സിൽവർ ലൈനിന് അനുമതി നിഷേധിച്ച റെയിൽ മന്ത്രാലയത്തിൻ്റെ പടികൾ RRTS അനുമതിക്കായി ഇനി കേരളം ചവിട്ടേണ്ടതില്ല. കാരണം കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിൻ്റെ അനുമതിയാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. പക്ഷേ രാഷ്ട്രീയ നിലപാടുകളും കേന്ദ്ര സമീപനവുമൊക്കെ നിർണായകമാണ് എന്നതോർക്കുക. അതുകൊണ്ട് അതിവേഗ റെയിൽപാത ഇതാ വന്നു എന്ന് പ്രേക്ഷകർ കരുതേണ്ടതില്ല. കടമ്പകൾ ഇനിയും അനവധി ബാക്കിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ പദ്ധതി വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാകാതിരിക്കട്ടെ. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. നമ്മുടെ കുട്ടികൾക്ക് ഇതെന്തു പറ്റി? അനുസരണക്കേട്, അക്രമവാസന, പഠിക്കാനുള്ള മടി എന്നു വേണ്ട ഏതു പ്രശ്നത്തിൻ്റെ കാരണം തിരഞ്ഞാലും മാതാപിതാക്കൾ എത്തിച്ചേരുന്ന ഒരു ഉത്തരമുണ്ട്: സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം. ഉള്ളതും ഇല്ലാത്തതുമെല്ലാം കണ്ട് കുട്ടികൾ വഷളായെന്നാണ് പലരുടെയും പരാതി. പല രാജ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രായത്തിനനുസരിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളും സമാന നയത്തിലേക്ക് നീങ്ങുകയാണ്. വേഗവിവരത്തിൻ്റെ ഇക്കാലത്ത് കുട്ടികളെ അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നതാണോ പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ പരിഹാരം? ഇക്കാര്യത്തിൽ വിശദമായ പഠനം ആവശ്യമാണ്. In 1 week, Australia will become the first country in the world to ban under 16s from having social media accounts. With one law, we can protect Generation Alpha from being sucked into purgatory by predatory algorithms described by the man who created the feature as behavioural cocaine. രക്ഷിതാക്കൾക്ക് ഇനി ആശ്വസിക്കാം, അവരുടെ കുട്ടികൾക്ക് ബാല്യം തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന്. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം വിലക്കിയ ശേഷം ഓസ്ട്രേലിയൻ കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി അനിക വെൽസിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. കൊള്ളാമെന്ന് ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും അഭിപ്രായമുയർന്നു. ഇന്ത്യയിലും ഇപ്പോൾ ഓസ്ട്രേലിയൻ മാതൃകയുടെ ചുവട് പിടിക്കുകയാണ് ചില സംസ്ഥാനങ്ങൾ. ആന്ധ്രാപ്രദേശിൽ IT ആൻഡ് ഇലക്ട്രോണിക്സ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം നടന്നു. 16 വയസ്സിൽ താഴെയുള്ളവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുന്നതായിരുന്നു യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. വിവിധ രാജ്യങ്ങൾ നടപ്പാക്കിയിട്ടുള്ള സമൂഹമാധ്യമ നിയന്ത്രണ ചട്ടങ്ങൾ പഠിച്ച ശേഷമാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് കടന്നത്. സൈബർ തട്ടിപ്പുകൾ, ഓൺലൈൻ അടിമത്തം എന്നിവയിൽ നിന്നൊക്കെ കുട്ടികളെ മോചിപ്പിക്കേണ്ടത് അത്യാവശ്യമായി ആന്ധ്രയിലെ മന്ത്രിതല സമിതി വിലയിരുത്തുന്നു. 1 മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് ആന്ധ്ര IT ആൻഡ് ഇലക്ട്രോണിക്സ് വകുപ്പ് മന്ത്രി നരാ ലോകേഷ് വ്യക്തമാക്കുന്നത്. ആന്ധ്രയ്ക്ക് പിന്നാലെ ഗോവയിലും ഓസ്ട്രേലിയൻ മാതൃകയെക്കുറിച്ച് പഠനം തുടങ്ങിയെന്നാണ് റിപ്പോർട്ട്.
കഴിഞ്ഞ വർഷമാണ് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്കി ഓസ്ട്രേലിയ നിയമം കൊണ്ടുവന്നത്. നിയമം നടപ്പിലാക്കിയ ആദ്യ മാസത്തിൽ തന്നെ 47 ലക്ഷത്തോളം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഓസ്ട്രേലിയയിൽ റദ്ദാക്കി. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗം വിലക്കിക്കൊണ്ട് ഫ്രാൻസ് ഇന്നലെ നിയമം പാസാക്കി. ഇക്കൊല്ലം അധ്യയന വർഷം മുതൽ നിയമം നടപ്പിലാക്കാനാണ് തീരുമാനം. UK, ഡെൻമാർക്ക്, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളും പ്രായപൂർത്തിയാകാത്തവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇതോടെ ഇന്ത്യയിലും ഈ ആവശ്യം ശക്തമായി. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കണമെന്ന വാദത്തെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രതിഭാസമാണ് ബ്രെയിൻ റോട്ട്. 2024 ആ വർഷത്തെ വാക്കായി ഓക്സ്ഫോർഡ് ഡിക്ഷണറി തെരഞ്ഞെടുത്ത പദമാണ് ബ്രെയിൻ റോട്ട്. എന്നുവച്ചാൽ നിലവാരം കുറഞ്ഞ സോഷ്യൽ മീഡിയ ഉള്ളടക്കത്തിന്റെ അതിപ്രസരം മൂലം ബൗദ്ധിക നിലവാരത്തിലുണ്ടാകുന്ന ഇടിവ്. കൗമാരകാലത്തെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുന്നതിലൂടെ ബ്രെയിൻ റോട്ടിന് തടയിടാം എന്നാണ് വാദം. കോവിഡ് കാലത്ത് യാതൊരു മുന്നൊരുക്കങ്ങളുമില്ലാതെ ഇന്റർനെറ്റ് എന്ന മഹാസമുദ്രത്തിലേക്ക് എടുത്തു ചാടിയവരാണ് നമ്മുടെ കുട്ടികൾ. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയവയൊക്കെ കേവലം വിനോദത്തിനപ്പുറം വരുമാനമാർഗം കൂടിയാണെന്ന തിരിച്ചറിവ് നിലവാരമുള്ളതും ഇല്ലാത്തതുമായ അനേകം ഉള്ളടക്കങ്ങളുടെ ഉത്പാദനത്തിന് വഴിതെളിച്ചു. വ്യക്ത്യാധിക്ഷേപം നടത്തുന്ന റോസ്റ്റിംഗും ആക്രമണോത്സുകമായ ഗെയിമിംഗ് കൂട്ടായ്മകളും തിയേറ്ററുകൾക്ക് മുന്നിലെ കോപ്രായങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയ ഭരിക്കാൻ തുടങ്ങി. ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ കുത്തിയൊലിച്ചെത്തുന്ന ഉള്ളടക്കങ്ങൾക്കിടയിൽ ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഒരു തലമുറ കുഴങ്ങി നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനുള്ള പരിഹാരം സമ്പൂർണ്ണ നിരോധനമാണോ? അതിൻ്റെ ഒരു നിയന്ത്രണം എങ്ങനെയെന്നുള്ളത് വളരെയേറെ ആലോചിച്ച് ചെയ്യേണ്ടതാണ്. കാരണം രക്ഷിതാക്കളുടെ കയ്യിലുണ്ട്, വീടുകളിൽ മൊബൈലുണ്ട്, എക്സ്ട്രാ മൊബൈലുകൾ എത്രയുണ്ട് വീടുകളിൽ. പക്ഷേ കുട്ടികൾക്ക് ഒരു നിയന്ത്രണവും ഇല്ലാതെ ലഭ്യമാവുന്ന ഒരവസ്ഥയുമുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ബോധവൽക്കരണം തന്നെയാണ്. നിയമം നമുക്കൊരു പരിധിവരെ നിയമം കാരണം നിയന്ത്രിക്കേണ്ടത് മുതിർന്നവരുടെ ഫോണിനെയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഒരു നിയമം വരുമ്പോൾ എത്രത്തോളം നമുക്കത് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ളത് കൂടെ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഗൂഗിൾ തുടങ്ങിയവയുടെ വലിയ വിപണികളിൽ ഒന്നാണ് ഇന്ത്യ. കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തിയുള്ള നിയമങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും വിലക്കുകൾ കുട്ടികളെ സുരക്ഷിതമല്ലാത്ത മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മെറ്റയുടെ പ്രതികരണം. സമൂഹമാധ്യമങ്ങളിൽ അടിമപ്പെട്ടിട്ടുള്ള ഒരു തലമുറയ്ക്ക് പെട്ടെന്ന് അത് നിഷേധിച്ചാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതത്തെക്കുറിച്ചും വിശദമായ പഠനം വേണം. സോഷ്യൽ മീഡിയ നിരോധനമാണ് നേപ്പാളിൽ ഭരണകൂടം താഴെ വീഴാൻ പോലും കാരണമായ ജൻസി പ്രക്ഷോഭത്തിന് ഹേതുവായത് എന്നോർക്കുക. അതിവേഗ വിവര കൈമാറ്റത്തിന്റെ ഇക്കാലത്ത് സോഷ്യൽ മീഡിയ വിലക്കിയാൽ ബദൽ എന്ത് എന്ന ചോദ്യവും പ്രസക്തമാണ്. സാമൂഹിക, രാഷ്ട്രീയ, ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകൾക്കപ്പുറം ലോകവീക്ഷണം രൂപപ്പെടുത്താൻ, ആഗോള സംഭവ വികാസങ്ങളോട് പ്രതികരിക്കാൻ സോഷ്യൽ മീഡിയ പുതുതലമുറയെ പ്രാപ്തരാക്കുന്നുണ്ട് എന്നത് മറന്നു കളയാവുന്ന ഒന്നല്ല. നിയന്ത്രണം അറിയാനും പ്രതികരിക്കാനുമുള്ള അവരുടെ അവകാശത്തെ നിഷേധിച്ചുകൊണ്ടാകരുത്. നേരിട്ടുള്ള നിരോധനത്തിന് മുൻപ് ഡിജിറ്റൽ സാക്ഷരതയ്ക്കുള്ള പ്രോത്സാഹനത്തിലൂടെ ശരിതെറ്റുകൾ തിരിച്ചറിയാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഫ്രാൻസും 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുന്നതിനെക്കുറിച്ചുള്ള നിയമനിർമ്മാണത്തിലേക്ക് കടക്കുകയാണ്. ഈ വാർത്തയെ അല്ലെങ്കിൽ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നത് സംബന്ധിച്ച അതുമായി ബന്ധപ്പെട്ട ആ വാർത്തയോട് അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ നിരവധി പ്രേക്ഷകർ 24-ൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. പൊതുജനം കഴുതയല്ല സാർ തുടരും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. പൊതുജനം കഴുതയല്ല സാർ തുടരുന്നു. കാലപ്പഴക്കത്താൽ തകർന്നില്ലാതായ ഒരു വായനശാലയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് ആലപ്പുഴ മണ്ണഞ്ചേരിയിലെ നാട്ടുകാർ. നിയമ തടസ്സങ്ങൾ മൂലം MP, MLA ഫണ്ടുകൾ പുനർനിർമ്മാണത്തിന് ലഭിക്കാതായതോടെയാണ് ജനകീയ കൂട്ടായ്മ രൂപപ്പെട്ടത്. നാടിൻ്റെ നാനാ കോണുകളിൽ നിന്ന് വായനശാലയ്ക്കുള്ള സഹായം പണമായും പുസ്തകങ്ങളായും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി പറയും അതേക്കുറിച്ച്. 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു വായനശാലയായിരുന്നു. കാലം വളർന്നതനുസരിച്ച് വായനശാല തളർന്നു. പുസ്തകങ്ങൾ ദ്രവിച്ചു തുടങ്ങി. വായനശാലയുടെ ചുമരുകൾ തകർന്നു തുടങ്ങി. ഒടുവിൽ ആ വായനശാല ഈ അവസ്ഥയിലെത്തി.
മണ്ണഞ്ചേരി പനയിൽ ജംഗ്ഷനിലെ അക്ഷര വെളിച്ചമായിരുന്ന യുവതാ വായനശാല നാട്ടിലെ കുറച്ചുപേർ ചേർന്ന് തുടങ്ങിയതാണ്. പത്രങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും മാത്രം ആദ്യ നാളുകളിൽ. പിന്നീട് പുസ്തകങ്ങളും വായനശാലയിൽ ഇടം നേടി. തുടക്കം കുറിച്ചവരൊക്കെ പല വഴി നടന്നു, ജോലിക്കാരായി, നാട്ടിൽ നിന്നകന്നു. ഏറ്റെടുത്ത് നടത്താൻ ആളില്ലാതായതോടെ വായനശാലയ്ക്കും പൂട്ടുവീണു. വളരെ നിർധന കുടുംബത്തിൽ ജനിച്ച് ഒരു വായനശാല കൊണ്ട് മാത്രം സർക്കാർ സർവീസ് കയറിയ ഒരാളാണ്. 5 പത്രം വായിക്കുമായിരുന്നു. അന്ന് എനിക്ക് എൻ്റെ അതേ കാറ്റഗറിപ്പെട്ട 5-6 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതിൽ ഭൂരിഭാഗം പേരും സർവീസിൽ കയറുകയും ചെയ്തു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് മാറിക്കഴിഞ്ഞിട്ട് പിന്നീട് വന്ന തലമുറ അത് കറക്റ്റായിട്ട് അത് പിന്തുടർന്നു പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടില്ല, നമുക്ക് സമയവുമില്ല. ഇനി യുവജനങ്ങളിലേക്കും പുതുതലമുറയിലേക്കും ഇറങ്ങിച്ചെന്ന് അതുങ്ങളെ ഇതിനകത്തൊന്ന് സജീവമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അങ്ങനെ കാവുങ്കൽ വളവനാട് റോഡിൽ 20 വർഷം മുമ്പുണ്ടായിരുന്ന വായനശാല വീണ്ടും പിറക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആസിഫ് റഹീമാണ് മുന്നിൽ. പണ്ട് ഈ പനയിൽ പ്രദേശത്ത് 70 കാലഘട്ടങ്ങളിൽ റേഡിയോ തന്നെ ഒരു വലിയ ലക്ഷറി ആയിരുന്ന കാലഘട്ടത്തിൽ ഒരു റേഡിയോ ഉണ്ടാക്കി ഈ ഒരു പ്രദേശത്ത് ഒരു ചെറിയ ഷെഡും അടിച്ച് റേഡിയോ കേൾക്കാൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ആബാലവൃദ്ധം ജനങ്ങളും കൂടിയിരിക്കുന്ന തരത്തിലൊരു സാംസ്കാരിക കേന്ദ്രമുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് പനയിൽ പ്രദേശം. ഇവിടുത്തെ ഒരു വായനശാല ഈ വിധത്തിൽ നശിച്ചു പോകാൻ പാടില്ല, അതൊരു ജനകീയ കേന്ദ്രമാക്കി മാറ്റണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വായനശാല പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചത്. മണ്ണഞ്ചേരി പഞ്ചായത്തിലെ 1, 2, 21, 22 വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശത്താണ് കെട്ടിടം. ആകെയുള്ളത് 2 സെന്റ് സ്ഥലം മാത്രം. സ്ഥലം കുറവായതിനാൽ MLA MP ഫണ്ടുകൾ വിനിയോഗിക്കാനാവില്ല. എനിക്കറിയാം, ഇത് വെറും 2 സെന്റ് സ്ഥലം മാത്രമാണിത്. ഇത് പണ്ട് ജനകീയമായി സംഘടിപ്പിച്ചതാണ്. 2 സെന്റ് സ്ഥലം മാത്രമായതിനാൽ നമുക്ക് സർക്കാർ വക ഫണ്ട്, ഇപ്പോൾ MLA ഫണ്ടോ MP ഫണ്ടോ കിട്ടാനൊക്കെ ഒരു സാങ്കേതികമായ ചില തടസ്സങ്ങളുണ്ട്. തട്ടിക്കൂട്ടിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾക്ക് പോലും ലക്ഷങ്ങൾ ചിലവാക്കുന്ന നാട്ടിൽ ഒരു വായനശാലയ്ക്ക് എന്തു തടസ്സമെന്ന പൊതുജനം ചോദിക്കുന്നു. പരിഭവങ്ങളില്ല, പരാതികളില്ല. അധ്വാനത്തിൻ്റെ ഒരു വിഹിതം നാടിൻ്റെ പൊതു ആവശ്യത്തിനായി സന്തോഷത്തോടെ മാറ്റിവെക്കുന്നു മണ്ണഞ്ചേരിക്കാർ. അപ്പോൾ വയലാർ ശരചന്ദ്രവർമ്മയും റഫീഖ് അഹമ്മദും ഹരിനാരായണനും അടക്കമുള്ള കവികൾ ഈ ഒരു ഉദ്യമത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് പുസ്തകങ്ങൾ തരാമെന്ന് നേരിട്ടുണ്ട്. ഉണ്ണിയാറടക്കമുള്ള എഴുത്തുകാർ പുസ്തകം തരാമെന്ന് നേരിട്ടുണ്ട്. ആലങ്കോട് ലാകൃഷ്ണൻ, ബഹുലാസാഗർ സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലാകൃഷ്ണനും കുറച്ച് പുസ്തകങ്ങൾ നിന്ന് ഈ ഗ്രന്ഥശാലയെ സഹായിക്കാമെന്ന് നേരിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സാമൂഹ്യ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും അടക്കമുള്ളവരുടെ ഒരു വലിയ പിന്തുണ ഈ ഉദ്യമവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് ഇങ്ങനെ നശിപ്പിച്ചാണ് ഇവിടെ കഞ്ചാവടിയും വെള്ളവും മയക്കുമരുന്നിൻ്റെ പരിപാടിയെല്ലാം ഇല്ല, ഈ ഉള്ളി നടക്കുന്നുണ്ട്. മനസ്സിലാണ്. അതുകൊണ്ട് ഇത്തരമൊക്കെ ഇത് നമുക്കൊരു പുതിയ ബിൽഡിങ് വന്നുള്ള നാട്ടുകാരാണുള്ളത്. ഇപ്പം നാട്ടിലൊരു വായനശാല ഇല്ലാത്തതുകൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല, കൂട്ടുകാരായിട്ട് വായിക്കാനൊന്നും പറ്റുന്നില്ല. വന്നു കഴിഞ്ഞാൽ വായിക്കാനും കൂട്ടുകാരായിട്ട് വായിക്കാനൊക്കെ പറ്റും. ജനകീയ പരിശ്രമത്തിൽ ആ വായനശാല പഴയ പ്രതാപത്തിലേക്ക് കടന്നു വരുമെന്നാണ് നാടിൻ്റെ പ്രതീക്ഷ. ഒരു നാടൊന്നടങ്കം അതിനുവേണ്ടി കഷ്ടപ്പെടുകയാണ്. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടും നേരത്തെ ഈ സോഷ്യൽ മീഡിയ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള ആ പ്രതികരണങ്ങൾ തുടരുകയാണ്. അരുൺ മുട്ടട പറയുന്നു, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകങ്ങളിലൂടെയാണ് ലോകത്തെ അറിഞ്ഞത്. എങ്കിൽ ഇന്ന് കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ സാധ്യതകളുണ്ട്, എന്തും നല്ല കാര്യത്തിന് ഉപയോഗിച്ചാൽ നല്ലത് എന്നാണ് പറയുന്നത്. മറ്റു ചില പ്രേക്ഷകരും ആ നിലയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. വായനശാലയുടെ ചുമതല അവിടുത്തെ കൗൺസിലറെ ഏൽപ്പിച്ചാൽ അത് നിലനിൽക്കും, പിന്നെ ജനങ്ങളും സഹകരിക്കണം. വായനശാല എന്തുകൊണ്ടും നല്ലതാണ് എന്ന് രവികുമാർ പറയുന്നുണ്ട്. വായനശാല വരട്ടെ നല്ല രീതിയിലെന്ന് മിനിബാബു പറയുന്നുണ്ട്. ആ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ. വനജ PR പറയുന്നു, വായനശാലകൾ നാടിൻ്റെ നന്മയാണ് എന്ന്. അങ്ങനെ നിരവധി പ്രതികരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഏതായാലും മണ്ണഞ്ചേരിക്കാർ നടത്തുന്ന നല്ലൊരു പ്രവൃത്തിയാണ്, ഒരു നാടിന് അത്യാവശ്യമാണ്. വായന കുറഞ്ഞു വരുന്നു എന്നൊക്കെ പരിതപിക്കുന്ന ഈ കാലത്തും വായനയെ നെഞ്ചിലേറ്റുന്ന ഒരുപറ്റം മനുഷ്യരുണ്ട്. മണ്ണഞ്ചേരിക്കാരുടെ ഈ മാതൃക മഹനീയം തന്നെയാണ്. പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സർ @gmail.com എന്ന മെയിൽ ID-യിലും നിങ്ങൾക്ക് വാർത്തകളും വിശേഷങ്ങളുമൊക്കെ അറിയിക്കാവുന്നതാണ്.
പൊതുജനം കഴുതയല്ല സാറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 24-ൻ്റെ സജീവ സംവാദ പരിപാടിയായ എൻകൗണ്ടറുമായി ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നു. ഓവർ ടു ഹാഷ്മി.